പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്നുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ ശിഷ്യന്മാർ തന്നോട് ചോദിക്കുന്നു, കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കുന്നതിന്റെ ആൻസറാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ പ്രാരംഭത്തിൽ നാം കാണുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ഇതൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത് കാണുന്നു, എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. നമുക്കറിയാം, ദൈവത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. ഇന്ന് ലോകം മൊത്തം ക്രിസ്ത്യാനിത്വത്തിന് ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത സാഹചര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ദൈവജനത്തിന്റെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അന്ത്യകാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. മൂന്നാമത് നാം കാണപ്പെടുന്നത്, ആത്മീയകോളത്തിൽ തന്നെ കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. ഇന്ന് കള്ളപ്രവാചകന്മാരുടെ കാലമാണ്. എവിടെ തിരിഞ്ഞാലും പ്രവചനങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അവർ ബേസ് റൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. ഇനിയെല്ലാം പിന്നെ സാമ്പത്തികമായിരിക്കും അവരെയൊക്കെ ലക്ഷ്യം. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള പതറുവാനുള്ള സന്ദർഭങ്ങളുണ്ട്. കാണുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു സന്ദേഹം അവരിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. നമ്മൾ വിശ്വസിച്ച, സ്നേഹിച്ച ആത്മീയരായ പലരിൽ നിന്നും തിക്താനുഭവങ്ങൾ കാണുമ്പോൾ, സ്വാർത്ഥതയ്ക്കായി സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അധർമ്മം ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ക്രിസ്തീയ സ്നേഹം തണുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കണ്ട് മനസ്സും അടുക്കുന്നവരായിട്ടല്ല, അതിന് മധ്യേ ദൈവം വചനം അനുശാസിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മീയരായി വിശ്വാസത്തോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവവചനം പറയുന്നു, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വായിക്കുന്നു, നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. കർത്താവിൻ്റെ വരവരെയും നമ്മുടെ ജീവിത അവസാനം വരെയും നാം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്മ ചെയ്യുക എന്ന്. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. രണ്ടാമത് ഒരു വേദഭാഗം
ഭാഗം ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ലോകത്തിലെ അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന സാഹചര്യങ്ങളിൽ മരവിച്ച് നിൽക്കാതെ, നാം നന്മ ചെയ്യൽ മടുത്തു പോകാതെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേട്ട നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ തീറ്റാനുഭവങ്ങളിലെ വർദ്ധിച്ചു വരുന്ന അധർമ്മത്തിന്റെ മധ്യയെ ദൈവസ്നേഹത്തിൽ തണുത്തു പോകാതെ ക്രിസ്ത്യ വിശ്വാസത്തിൽ മുന്നേറുവാൻ സ്തോത്രം. നന്മ ചെയ്യുകയിൽ മടുത്തു പോകാതെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.